അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനങ്ങൾ അവിടുത്തെ വിശുദ്ധഗിരിയിലാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനങ്ങൾ അവിടുത്തെ വിശുദ്ധഗിരിയിലാകുന്നു. യാക്കോബിന്റെ കൂടാരങ്ങളെക്കാൾ സിഹ്യോന്റെ കവാടങ്ങൾ കർത്താവ് ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെ പറ്റി മഹത്തായ കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. എനിക്ക് പരിചിതമായ റാഹാബിനെയും ബാബേലിനെയും അവിടുന്ന് അനുസ്മരിക്കും. പ്ലസോർ കൂസായ നിവാസികളെ, ഇതാ അവൻ അവിടെ ജാതനായി. സിഹ്യോനെ പറ്റി പറയപ്പെടും, ധീരനായവൻ അവിടെ ജനിച്ചിരിക്കുന്നു. അവനാണ് അത് സ്ഥാപിച്ചത്. കർത്താവ് തന്റെ ജനത്തിന് വേണ്ടിയുള്ള പുസ്തകത്തിൽ അവനവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്തും. നിന്നിൽ നിവസിക്കുന്ന പ്രഭുക്കളും പാവപ്പെട്ടവരും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യും. എന്റെ രക്ഷയും ദൈവവുമായ കർത്താവേ, രാവും പകലും ഞാൻ തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കട്ടെ. എന്റെ യാചനയ്ക്ക് ചെവി ചായ്ക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ ആത്മാവ് ദുരിതത്തിൽ മുഴുകിയിരിക്കുന്നു. എന്റെ ജീവൻ ശിയോൽ വരെ എത്തിയിരിക്കുന്നു. മരണഗർത്തത്തിൽ നിബന്ധിക്കുന്നവരോടൊപ്പം ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. ഞാൻ നിസ്സഹായനായ മനുഷ്യനെ പോലെയായി. മരിച്ചവരെ പോലെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ശവകുടീരങ്ങളിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവർക്ക് തുല്യനായി. അങ്ങ് അവരെ ഓർക്കുന്നില്ല. അങ്ങയുടെ കരങ്ങളിൽ നിന്ന് അവർ വിട്ടുപോയി. ആഴത്തിന്റെ അടിത്തട്ടിലേക്കും അന്ധകാരത്തിലേക്കും മരണത്തിന്റെ നിഴലിലേക്കും അങ്ങ് എന്നെ താഴ്ത്തി. അങ്ങയുടെ കോപം എന്റെ മേൽ ജ്വലിച്ചു. അങ്ങയുടെ അലകളെല്ലാം എന്റെ മേൽ ആഞ്ഞടിച്ചു. എന്റെ പരിചിതരെ അങ്ങ് ദൂരെ അകറ്റി. അങ്ങ് എന്നെ അവർക്കൊരു നിന്ദാപാത്രമാക്കി.
ഞാൻ ബന്ധനസ്ഥനായി തീർന്നു. പുറത്തിറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല. ദുഃഖഭാരത്താൽ എന്റെ കണ്ണു മങ്ങി. കർത്താവേ, എല്ലാ ദിവസവും ഞാൻ അങ്ങയെ വിളിക്കുന്നു. അങ്ങയുടെ പക്കലേക്ക് ഞാൻ കൈകൾ ഉയർത്തുന്നു. മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യും. ശക്തന്മാരെഴുന്നേറ്റ് അങ്ങയെ സ്തുതിക്കും. കബറിടത്തിലുള്ളവർ അങ്ങയുടെ കൃപ പ്രകീർത്തിക്കും. വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തതയും. അങ്ങയുടെ അത്ഭുതം അന്ധകാരത്തിൽ അറിയപ്പെടും. മറവിയുടെ നാട്ടിൽ നീതി വെളിപ്പെടും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥന അങ്ങയുടെ പക്കലെത്തട്ടെ. കർത്താവേ, അങ്ങ് എന്നെ മറക്കരുതേ. എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ. ബാല്യം മുതൽ ഞാൻ അവശനും നിസ്സഹായനുമാകുന്നു. ഞാൻ ഉയർത്തപ്പെടുകയും താഴ്ത്തപ്പെടുകയും ചെയ്തു. ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു. അങ്ങയുടെ കോപം എന്നിൽ ആഞ്ഞു പതിച്ചു. അങ്ങയുടെ ശോഭം എന്നെ നിശബ്ദനാക്കി. ദിവസം മുഴുവൻ വെള്ളം പോലെ അവർ എന്നെ വലയം ചെയ്തു. എനിക്കെതിരായി അവർ ഒന്നു ചേർന്നു. സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങ് അകറ്റിക്കളഞ്ഞു. എന്റെ പരിചിതരെയെല്ലാം ദൂരെയാക്കി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈ കേപ്പാമേൽ എൻ്റെ സഭ ഞാൻ പണിയും. മേഷഗണത്തെ പാലിക്കാനും സ്വർലോകത്തിൽ ആലയവാതിൽ തുറക്കാനും മണ്ണിലുമൊപ്പം വിണ്ണിലുമകില ബന്ധിക്കാനും ബന്ധനമോചനമേകാനും നാഥൻ നൽകിയ ആധ്യാത്മികമാം നിധിയുടെ താക്കോൽ ശമയോന. റോമാനഗരിയിലെത്തിയവൻ തെറ്റുകളകിലം മായിച്ചു. ജീവൻ നൽകും സുവിശേഷം അജവൃന്ദത്തിനവൻ നൽകി. സഭയുടെ പ്രോജ്വല ശില്പി നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി നാഥനോടെന്നാളും. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പാവന സബദൻ കാഹളമൊപ്പം അൽപ്പാനാകും പൗലോസേ നീ അതിധന്യൻ. നാഥൻ തൻ്റെ നിഗൂഢ രഹസ്യം വെളിവാക്കാനായി നിന്നെ നയിച്ചു സാനന്ദം. ഉരുവായിടും മുമ്പേ നാഥൻ നിന്നെ വിളിച്ചു തനിക്കായി. നിന്നുടെ ബോധനമതിനാൽ നീ ഗീഹോൻ തുല്യമലങ്കൃതനായി. ജീവജലത്തിനുറവകളാൽ അഖില ജഗത്തെ നയിച്ചു നീ. ലോകത്തിനു നീ ക്രൂശിതനായി നാഥനോടൊപ്പം ചേരുകയാൽ മകുടം ചൂടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പത്രോസ് പൗലോസ് ലീഹന്മാർ തൻ ഓർമ്മദിനത്തിൽ ത്രിത്വസ്തുതികൾ പാടിയിടാം. താതൻ കൃപയാൽ അവരെ വിളിച്ചു ശിരസിൽ ചാർത്തി അക്ഷയമായ കിരീടങ്ങൾ. മിശിഹാനാഥൻ അവരെ ശിതമായി വിശ്രുതരാക്കി ലോകത്തിൽ. റൂഹാദൻ സ്തുതിഗീതങ്ങൾ അവരുടെ നാവിൽ ചേർക്കുകയാൽ അവരുടെ ബോധന വചസ്സുകളാൽ ഉലകം ശോഭിതമായല്ലോ. സ്ലീഹർക്കുന്നതി നൽകിയവൻ ദൈവം നിത്യസമാരാധ്യൻ. സ്തുതികൾ പാടിടാം. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ. പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണ
കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ, അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ, സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷയും അങ്ങയുടെ കരുണയും എന്നിൽ ചൊരിയണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷയും അങ്ങയുടെ കരുണയും എന്നിൽ ചൊരിയണമേ. അങ്ങയുടെ വചനത്തിൽ ഞാൻ ആശ്രയിച്ചതുകൊണ്ട് എന്റെ നിന്ദകർക്ക് ഞാൻ മറുപടി നൽകും. അങ്ങയുടെ ന്യായവിധികൾ ഞാൻ കാത്തിരിക്കുന്നു. സത്യവചനം എന്റെ അധരത്തിൽ നിന്ന് മാറ്റിക്കളയരുതേ. അങ്ങയുടെ പ്രമാണം ഞാൻ എന്നെന്നും പാലിക്കും. ദിവ്യകൽപ്പനകൾ ഇഷ്ടപ്പെടുന്നതിനാൽ സ്വസ്ഥതയോടെ ഞാൻ വ്യാപരിക്കും. ഭരണാധികാരികളുടെ മുൻപിലും ഞാൻ നീതിപൂർവം സംസാരിക്കും. ഞാൻ ലജ്ജിക്കുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങൾ എനിക്ക് പ്രിയങ്കരമാകുന്നു. ഞാൻ അവ ധ്യാനിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ ഇഷ്ടപ്പെടുന്നതിനാൽ അവയിലേക്ക് ഞാൻ കരങ്ങൾ ഉയർത്തുന്നു. പ്രമാണങ്ങൾ ഞാൻ വിചിന്തനം ചെയ്യും. അങ്ങയുടെ വിശ്വസ്തതയാൽ ഞാൻ മഹത്വം പ്രാപിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ, നിങ്ങൾ നിയതം ഭാഗ്യമിയെന്നോ. സുവിശേഷത്തിൻ സാക്ഷികളാകാൻ ഈശോ നിങ്ങളെ അരികെ വിളിച്ചു. സ്വർഗത്തിൽ തൻ തിരുഭവനത്തിൽ വാഗ്ദാനം ചെയ്തുന്നത സ്ഥാനം. അന്തിമ ദിവസം വിധി ചെയ്യാനായി അധികാരത്തിൻ കൽപ്പനയേകി. ലോകവും അതിലൂടെ സുഖവും നിങ്ങൾ നാഥനു വേണ്ടി വെടിഞ്ഞു സുധീരം. താതസമക്ഷം നിങ്ങളെ നാഥൻ മുതമോടേറ്റു പറഞ്ഞിടുമെന്നും പ്രതിഫലമൻപൊടു 100 മടങ്ങ് നൽകിടുമീശോ സ്വർലോകത്തിൽ. ഞങ്ങളിൽ ഈശോ കരുണയൊഴുക്കാൻ സ്നേഹന്മാരെ പ്രാർത്ഥിക്കണമേ. നിങ്ങളെ ഓർക്കും സഭയിലിരുന്നും കൃപ ചൊരിയാനായി അർത്ഥിക്കണമേ. ഞങ്ങൾ മേവും ദേശത്തെല്ലാം ശാന്തി വിതയ്ക്കാൻ അർത്ഥിക്കണമേ. ഞങ്ങൾക്ക് അക്ഷയ ജീവൻ നൽകാൻ നാഥസമക്ഷം പ്രാർത്ഥിക്കണമേ.
താതനും അതുപോൽ സുതനും പാവന റൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നു എന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവേൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവിക പദ്ധതികൾക്ക് യോജിച്ച വിധം നിന്നെ പ്രഘോഷിക്കുവാൻ എല്ലാ തലമുറകളിലെയും പ്രവാചകന്മാർക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും ഉദ്ബോധനം നൽകിയ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പൗരോഹിത്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും 2 ശ്ലീഹന്മാരുടെയും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും അറിയിക്കാൻ സക്രിയയ്ക്ക് വെളിപാട് നൽകിയ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാറയാകുന്ന ശിമയോൻ കേപ്പായും ജനതകളുടെ പ്രബോധകനായ പൗലോസുമാകുന്ന തൂണുകളിൽ മേൽ നിന്റെ സഭയെ ഉറപ്പിച്ച മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ ശിമയോന് നൽകുകയും പൗലോസിനെ 3-ാം സ്വർഗം വരെ ഉയർത്തുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മീൻ പിടിക്കുന്നവനായിരുന്ന ശിമയോനെ മനുഷ്യരെ പിടിക്കുന്നവനാക്കുകയും പൗലോസിനെ തിമിരമാക്കുന്ന വലയിൽ പിടിച്ച് വിശ്വാസികളുടെ ഗണത്തിൽ ചേർക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ ആടുകളെ പരിപാലിക്കാൻ ശിമയോനെ ഭരമേൽപ്പിക്കുകയും നിന്നെ പ്രഘോഷിക്കാൻ പൗലോസിനെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവും അല്ലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായ നിന്റെ വെളിപാടിന്റെ ദിനത്തിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടാനും പത്രോസ് പൗലോസ് സ്ലീഹന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ.